നാരായണ 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 പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ പുരുഷ്വ ദേവേശ നാഥസ്വന്നോ യഥ പ്രഭോ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ നാരായണ. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നൂർണജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം ഗദഭ്യശ്രുതം കമ്പക്കശ്ചന സംഭവാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാൾ. ഭഗവാൻ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ ജന്മെടുത്തിട്ടുണ്ട്, ഓരോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. മത്സ്യകൂർമ്മോവരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണഖൽഗീ ജനാർദ്ദന. അങ്ങനെ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ മാത്രമല്ല, ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു. നരസിംഹമൂർത്തിയായിട്ട് അവതരിക്കാനും പല കാരണങ്ങളുമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ആരെയാണോ വിഗ്രഹിക്കേണ്ടത് വെച്ചാൽ അയാള് ഒരുപാട് വരങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ വരങ്ങളെയൊക്കെ ഖണ്ഡിച്ചിട്ട് വേണം ഭഗവാന്, ഖണ്ഡിക്കാതെ ഇതാക്കിയിട്ട് വേണം ഭഗവാന് വിഗ്രഹിക്കാൻ. നിയമം പാലിക്കണമല്ലോ. അപ്പൊ ആ വരങ്ങളൊക്കെ അതേപോലെ സംരക്ഷിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കണം. അങ്ങനെയാണ്. പ്രഹ്ലാദനാണെങ്കിൽ ഏത് സമയത്തും നാരായണ ഹരേ കൃഷ്ണ ഗുരു